നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിന് നിങ്ങളെ ശരിക്കും ഇഷ്ടമാണോ, അതോ അവർ സ്നേഹം നടിക്കുകയാണോ, അതോ അവർ നിങ്ങളെ ഇമോഷണലി യൂസ് ചെയ്യാണോ എന്ന് തിരിച്ചറിയാനുള്ള കുറച്ച് സൈക്കോളജി ട്രിക്സ് പഠിച്ചാലോ? മനസ്സിലാക്കുക, ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2ഉം പാർട്ട് 3 എല്ലാം വരുന്നതായിരിക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി. സോ അവർ നിങ്ങൾ ഇമോഷണലി യൂസ് ചെയ്യാണോ എന്ന് മനസ്സിലാക്കാനുള്ള ആദ്യത്തെ വഴിയാണ് ലാക്ക് ഓഫ് ഇമോഷണൽ കണക്ഷൻ ആൻഡ് സെൽഫ് സെൻറ്റേർഡ് ബിഹേവിയർ. അതായത് എല്ലാ എഫേർട്ടും നിങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ, അവര് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കുമ്പോൾ അവരെ കാണാൻ, അവരോട് സംസാരിക്കാൻ, അവരുടെ കൂടെ ആയിരിക്കാൻ എപ്പോഴും മുൻകൈ എടുക്കുന്നത് നിങ്ങൾ തന്നെയാണ്. എന്നാൽ അവര് ഇങ്ങോട്ടേക്ക് വലിയ എഫേർട്ട് എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല. പലപ്പോഴും നിങ്ങളൊരു വിഷമം പറയുന്ന സമയത്ത് അവർ പറയാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും: നീ എന്തിനാ ഇത്ര വലിയ കാര്യമൊക്കെ എടുക്കുന്നത്, ഇതൊക്കെ വലിയ ചെറിയ കാര്യമല്ലേ, നീ ഭയങ്കര ഡ്രാമാറ്റിക് ആണ്, ചെറിയ കാര്യങ്ങൾ ഒരു ഭയങ്കര വലുതായിട്ട് കാണും. ഇങ്ങനെ നിങ്ങളുടെ ഇമോഷണൽ കാര്യങ്ങൾ, നിങ്ങളുടെ വിഷമങ്ങളെല്ലാം വളരെ നിസ്സാരമായിട്ട് അവർ തള്ളിക്കളയും. പക്ഷെ അവർക്കൊരു കാര്യം വരുന്ന സമയത്ത് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. ആൻഡ് ആ സമയത്ത് നിങ്ങൾ നോ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ അവൈലബിൾ അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതാണ് രണ്ടാമത്തെ കാര്യം. അതാണ് ഗിൽറ്റ് ട്രിപ്പിംഗ് ആൻഡ് ഗ്യാസ് ലൈറ്റിംഗ്. അതായത് അവർക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾ തിരക്കാണ്, അപ്പൊ നിങ്ങൾ നോ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് അവർ ചിലപ്പോൾ ആദ്യം പറയാൻ പോകുന്നത്: ഞാൻ നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തന്നു, എന്നിട്ടും നിനക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റുന്നില്ലല്ലേ, ഈ ഒരു ചെറിയ കാര്യമല്ലേ ഞാൻ നിന്നോട് ചോദിച്ചുള്ളൂ, പക്ഷെ ഇതുപോലും നിനക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എന്റെ കാര്യം വരുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്: നിനക്ക് അപ്പം ചെയ്യാൻ പറ്റില്ല, അപ്പം നീ തിരക്കായിരിക്കും, അപ്പം നിനക്ക് കുറേ കാര്യങ്ങളുണ്ട്, വേറെ ആരെങ്കിലൊക്കെയാണ് നിന്നോട് പറയുന്നതെങ്കിൽ നീ അപ്പം തന്നെ ചെയ്തു കൊടുക്കും. അല്ലെ ചില സമയത്ത് നിങ്ങൾ എതിർത്ത് പറയുന്ന സമയത്ത് അവർ പറയും: നീ എന്നോട് അങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, എനിക്കത് ശരിക്കും ഹേർട്ട് ആയിട്ടുണ്ട്. ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിങ്ങൾ അവരോട് കുറേ തവണ സോറി 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം വന്നിട്ട് നിങ്ങൾ എഫേർട്ട് കുറച്ച് കൂടുതലെടുക്കും. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചിന്തിക്കും: ശരിയാണല്ലേ, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ അയാളങ്ങനെ റിയാക്ട് ചെയ്തത്, പാവം, ഞാൻ വെറുതെ ആളെ വിഷമിപ്പിച്ചു, ദേഷ്യപ്പെടുത്തി. ഇങ്ങനെയുള്ള ചിന്തകൾ വരും. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തും, നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തും. എന്നിട്ട് നിങ്ങൾ അവര് പറഞ്ഞ അതേ വേർഡ്സ് എടുത്തിട്ട് നിങ്ങൾ ആക്ച്വലി വിചാരിക്കും നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്ന്. പക്ഷെ എന്നാലും എവിടേക്കോ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ഭാഗത്താണ് ശരിയെന്ന്. പക്ഷെ എന്നാലും എവിടേക്കോ നിങ്ങളുടെ മനസ്സിലൊരു ഭാരമുണ്ട്. നിങ്ങൾക്ക് അറിയാം അവർ പറഞ്ഞത് അത്ര ശരിയല്ല, പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളാണ് കാരണക്കാരെന്ന്. ഇതാണ് ഗ്യാസ് ലൈറ്റിംഗ് ആൻഡ് ഇതാണ് ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഗൈസ്, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് നോട്ട് ലവ്. പക്ഷെ നിങ്ങൾക്ക് അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. കാരണം നമ്മളുടെ സൊസൈറ്റിയിൽ നമ്മൾ വളർന്നു വന്നപ്പോൾ നമ്മൾ അറിയാതെ തന്നെ പല രീതിയിലും നമ്മൾ ആക്ച്വലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലതവണയും ഈ ഓവർ ഡിപ്പെൻഡൻസ് ഒക്കെ നമ്മൾ ലവ് ആയിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. അല്ലെങ്കിൽ സ്റ്റോക്ക്ഹോം സിൻഡ്രോം പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലവ് ആയിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. വരുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഇതിനെപ്പറ്റി എല്ലാം സംസാരിക്കുന്നതായിരിക്കും. ആൻഡ് അടുത്ത കാര്യം എന്താണെന്നറിയോ? യു ആർ കൺഫ്യൂസ്ഡ്. നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. അതായത് ഇവർക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണോ, ഫ്യൂച്ചറിൽ ഇയാളെന്റെ കൂടെ ഉണ്ടാവും, ഇയാളെന്നെ പറ്റിക്കുകയാണോ, ഇങ്ങനെ കുറേ ചിന്തകൾ നിങ്ങൾക്ക് വരുന്നു. നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്. അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ടൊരു ഉത്തരം പറയില്ല. അവർ പറയും അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, അതിപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ, ഇനിയും കുറെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവർ തള്ളിക്കളയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇതും ആക്ച്വലി ഒരു സൈനാണ്. ആൻഡ് ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ടും ഇനി ഇതിന്റെ ബാക്കിയും വരുന്നതായിരിക്കും. സോ അതാണ് ഫൈനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ. അതായത് നിങ്ങൾ അവരുടെ പുറത്ത് പോകുമ്പോൾ, നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും എപ്പോഴും കാശ് കൊടുക്കുന്നത് നിങ്ങൾ മാത്രമാണ്. എല്ലാ തവണയും കാശ് കൊടുക്കുന്നതും നിങ്ങൾ തന്നെയായിരിക്കും. പക്ഷെ നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾ കാശ് കൊടുക്കാൻ പോകുന്ന സമയത്ത് ആദ്യം അവർ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ കൊടുത്തോളാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിർബന്ധിച്ച് കൊടുത്തിട്ടുണ്ടാവും. പിന്നീട് എപ്പോഴും നിങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾ അതിനെ ന്യായീകരിക്കാൻ പോകുന്നത് അന്ന് അയാൾ കൊടുക്കാൻ പോയപ്പോൾ ഞാൻ തന്നെയല്ലേ പറഞ്ഞത് ഞാൻ കൊടുത്തോളാം എന്ന്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു റിലേഷൻഷിപ്പിൽ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ വലിയ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. കുറെ ബ്രേക്കപ്പിനും കുറെ ഡിവോഴ്സിനും കാരണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഫിനാൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ ഈ കാര്യത്തിൽ ബാലൻസ് വരുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരൊരു ഇച്ചിരി പോലെ എക്സ്പ്രസ് ചെയ്യുന്നില്ല ഞാൻ കൊടുത്തോളാം, നീ കുറെ കാശ് കളയുന്നുണ്ട്. ഇത് ഇടക്കിടക്ക് പറയുന്നതല്ല, അതിനവർ എഫേർട്ട് ഇടുന്നുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ കൊടുത്തോളാം, നീ കുറെ കാശ് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നതല്ല, അത് കൊടുക്കാൻ അവർ എന്തൊക്കെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇനി ജോലിയില്ല, ഇനി കാശില്ലാത്ത ഒരാളാണെങ്കിൽ പോലും എന്തെങ്കിലും എഫേർട്ട് അവരെടുത്തിട്ടുണ്ടോ, അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അവർ നിങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ്. ഇനി ബാക്കിയെല്ലാം നമുക്ക് അടുത്ത വീഡിയോ സംസാരിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ, താങ്ക് യു സോ മച്ച്.